പെർഫ്യൂം അടിക്കുന്ന സമയത്ത് ഒരു ട്യൂണുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഹോൾഡ് ചെയ്യുക കറക്റ്റായിട്ട്. 10 സ്പ്രേ, 1 2 3 4 5 6 7 8 9 10 1 മില്ലി 10 സ്പ്രേ 8 മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇതാണ് എൻ്റെ പെർഫ്യൂമിൻ്റെ ഏറ്റവും വലിയ ഫീഡ്ബാക്ക്. ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റുമോ? എൻ്റെ പേര് സക്കീർ ഹുസൈൻ. ഞാൻ 40 വർഷം കൊണ്ട് ദുബൈയിലാണ് വർക്ക് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ 2 മക്കളാണ്, ഒന്ന് ഖലീഫ, ഒന്ന് ഖലീഫ. ഞങ്ങളുടെ കുടുംബമാണ് ഈ ഫീൽഡിലുള്ളത്. ഞങ്ങളെല്ലാം പ്രവാസികളാണ്. ഇങ്ങോട്ടേക്ക് വന്നത് ഈ കൊറോണ സമയം ഞങ്ങളെല്ലാം തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു. ഓക്കെ, അപ്പോൾ ഈ സ്ഥാപനം എവിടെയാണ് നിൽക്കുന്നത്? ഈ ഇത് വാങ്ങാനായിട്ട് എവിടെ വരണമെന്നൊന്ന് സ്ഥലം കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. ഇത് ബാലരാമപുരത്ത് അതായത് എയർ പബ്ലിക് സ്കൂൾ. ഓക്കെ, ഇത് 5 പറഞ്ഞ തെരുവെന്ന് പറയും. ഓക്കെ, എയർ പബ്ലിക് സ്കൂൾ, വലിയ പള്ളി കൊണ്ട് ഹൗസിംഗ് ബോർഡിൻ്റെ അടുത്തായിട്ടാണ് ഈ കട. ഓക്കെ, വേറെ എന്ത് വേണമെങ്കിൽ പറയാൻ കുഴപ്പമില്ല, നമുക്ക് അതിനൊന്നുമില്ല. പക്ഷേ പെർഫ്യൂം അടിക്കണമെങ്കിൽ ഒരു ടീമുണ്ട്. പെർഫ്യൂം അടിച്ചാൽ മാത്രമേ മണം നിൽക്കൂ. ഇപ്പം ഞാനിപ്പോൾ ഇത് അടിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. ഞാൻ ബ്രോക്കിംഗ് അടിച്ച് കാണിച്ചു. ഓക്കെ, ഇതുപോലെ അടിച്ചാലേ മണം നിൽക്കുള്ളൂ. നമ്മൾ കക്ഷത്തിൽ വരുന്ന അടിച്ചിട്ട് കാര്യമില്ല. അടിക്കുമ്പോഴേക്ക് ഇതൊരു തേന്, ഈത്തപ്പഴം, ബിസ്ക്കറ്റ്, ഏലക്ക, മസ്ക്. ഇനി താങ്കൾ തന്നെ ഫീഡ്ബാക്ക് പറഞ്ഞാൽ നല്ല എങ്ങനെയുണ്ട്? നല്ല മണമുണ്ട്, നല്ല സാധനമാണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുണ്ടല്ലേ? നല്ല ഫ്രഷ്. ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഇവിടെ ഓപ്പൺ എയറിലിപ്പോൾ നമ്മൾ ബൈക്കിലല്ല, അതായത് നമ്മൾ കാറിൽ പോകുമ്പോഴേക്കും ഈ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, സോ വെരി നൈസാണ്. നമ്മൾ ഓരോരോ ടൂണാണ് പറയാം. കസ്റ്റമറിൻ്റെ എങ്ങനെയാണ് അവരൊരു ഫീഡ്ബാക്ക് ഉണ്ടാവും. കസ്റ്റമർക്ക് ഓരോ ടൂണുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ പേരും എത്ര മണിക്കൂർ ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഈ ടോണിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ ഡെഫിനറ്റ്ലി നിൽക്കും. ഓക്കെ, ഏത് സ്പ്രേ ആയാലും ഇതേ രീതിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അത് എൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഞാൻ 2-3 കെമിക്കൽ ബൂസ്റ്റ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഓക്കെ, ആ കെമിക്കൽ ബൂസ്റ്റ് കയറ്റുന്നത് കൊണ്ടാണ് ഇത്ര സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കക്ഷത്തിൽ 2 അടി അടിച്ചിട്ട് കിട്ടില്ല. ചിലർ ഈ പൾസിൽ മാത്രം അടിക്കാം. നമുക്കത് 60-65 കിലോ വെയിറ്റ് ഉള്ള നമ്മൾ 5-5 അടി 6 അടി പൊക്കമുള്ള നമ്മൾ 2 അക്ഷരം അടിച്ചിട്ട് 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. നടക്കാത്ത കാര്യം. ഇപ്പോൾ ഏത് ഇന്റർനാഷണൽ സ്പ്രേ കൊണ്ട് എന്നാലും അതിൻ്റെ സ്മെല്ല് കൊണ്ട് കിട്ടിയാൽ അത് നമുക്കിവിടെ അതിൻ്റെ പ്രത്യേകത. ഇത് ഒരു 1000-1200 ഐറ്റം വരെ ഇൻഡിപെൻഡന്റ് ഫ്ലേവർ എല്ലാം ഉണ്ട്. നോക്കണ്ടേയിരിക്കും.
ഇവിടെ വന്നു ഫാഷനെ എടുത്ത് ഫാമിലി ആയിട്ട് ഫോളോ ചെയ്ത് പോകും അല്ലേ? മാക്സിമം മാർക്കറ്റുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ഏതൊക്കെ തരം കസ്റ്റമേഴ്സാണ് ഇവിടെ വരാറുള്ളത്? കുറച്ച് കസ്റ്റമർ ഓവർ സീസൺ ഉണ്ടെങ്കിൽ നല്ല കസ്റ്റമേഴ്സ് ഇവിടെ വരും. ആ ഓക്കെ. പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ യുദ്ധം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഓവർ സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നീറ്റാണ്. ആ ഓക്കെ. കോവളത്ത് മാത്രമല്ല വർക്കല വരും. ടൂറിസ്റ്റുകളാണ് പ്രധാനമായിട്ടും നമ്മൾ തിരക്കി വരുന്നത് അല്ലേ? അവരാണ് ഈ ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നത്. ആ പക്ഷെ ഇവിടെ നല്ല ലക്ഷറി ആൾക്കാരുണ്ട്. ആ ഓക്കെ. അവർക്ക് കുറച്ച് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. അവർ ഇതുപോലെ തന്നെ ഗുച്ചി ഉണ്ടാകും ചോദിക്കും, വലന്റിനോ ഉണ്ടാകും ചോദിക്കും, ടോം ഫോർഡ് ഉണ്ടാകും ചോദിക്കും, വലന്റിനോ ഉണ്ടാകും ചോദിക്കും. ബ്രാൻഡ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ കാറ്റലോഗ് ഷോ ചെയ്യും. ഓക്കെ. അവർ ആ കാറ്റലോഗ് സെലക്ട് ചെയ്ത് നമ്മൾ സാധനം. എന്തായാലും വളരെ നന്ദി, ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈറ്റ് ആ ഈ കടയുടെ വലിപ്പം അനുസരിച്ചാണ് കസ്റ്റമർ നമ്മൾ വ്യൂ ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ മാത്രം ഞാൻ അങ്ങനെയാണ് വ്യൂ ചെയ്യിപ്പിക്കുന്നത്. ഈ കട നമ്മൾ ചെന്ന് നോക്കുമ്പോഴേക്കും ആൾക്കാർ എടുത്ത് നോക്കുമ്പോഴേക്കും കട മറ്റുള്ള കടയിൽ മാർക്കറ്റിന് ചെറിയ കടകളുണ്ടാകും. കാര്യം പെർഫ്യൂമിനായിട്ടുള്ള കട കുറവാണ്. അതെ. താങ്കൾ ഇത്ര നാൾ മുമ്പ് ഇങ്ങനെ ഒരു കാര്യമില്ല. അത് സിറ്റിയിലായാലും നമ്മൾ പലരും കട കണ്ടിട്ടുണ്ട്, വളരെ ചെറിയ ഇതിലാണ് ഇത്. ഇത് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നി. അത് മാത്രമേ ചെയ്തിട്ട് അവർക്ക് കാര്യമുണ്ട്. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിനകത്ത് വരുമ്പോഴേക്കും നമ്മളൊരു ഡിഫറെൻറ്റ് ടൂണായിരിക്കും, ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ലക്ഷ്യമൊക്കെ ആയിരിക്കും. ആൾക്കാർ അപ്പോൾ 50,000 രൂപയ്ക്കുള്ള ഒരു പെർഫ്യൂം മാക്സിമം. പിന്നെ അതിനൊരു വാല്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ പണി ചെലവാണ് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കണം. അത് നമ്മളെ റണ്ണാവണം. ഒരു മണം മറ്റൊരു മണം സിംഗിൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പം വളരെ നന്ദി. പഞ്ചസാര ചാക്ക് പൊട്ടിക്കുമ്പോൾ ഒരു മണമുണ്ട്. ഒന്നിലേക്ക് തട്ടിക്കൊണ്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നു? പഞ്ചസാര ചാക്ക പഠിക്കുന്ന അതേ മണമാണ്. മണം മാറ്റം കാറ്റടിച്ച് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല മണമായിരിക്കും. കാറിൽ യാത്ര ചെയ്യണം. അപ്പോൾ അവിടെ തിരിക്കുമ്പോൾ ചോദിക്കും. ഓക്കെ. അപ്പോൾ ശരി, അവിടെ തിരക്കുള്ള സമയമാണ്, നമുക്ക് ഈ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം താങ്ക് യു സർ.